ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. കണ്ണ് ദോഷമുള്ളതാണോ? തീർച്ചയായിട്ടും ഉണ്ട്. ചില ആളുകളുടെ കണ്ണെന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയും നമ്മുടെ മുന്നോട്ടുള്ള പ്രോഗ്രസിനെ തടയുകയൊക്കെ ചെയ്യും. ഈ നമുക്ക് എന്തെങ്കിലും നല്ലത് വരുന്ന സമയത്ത് അതില് അസൂയപ്പെടുന്ന ആളുകളാണ് നമുക്ക് ചുറ്റിലും കൂടുതലായിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നവരാണല്ലോ നമ്മുടെ കൂടെ ഉള്ളവര് എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് ഷെയർ. എന്നാൽ അവരുടെ കണ്ണ് ചിലപ്പോൾ നമുക്ക് വളരെ മോശമായ രീതിയിൽ തന്നെ എഫക്റ്റ് ആയി എന്ന് വരും. പിന്നെ കണ്ണേറ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലും ഈ നെഗറ്റിവിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ടും നമുക്ക് പൊതുവെയും ഒരു സ്വരച്ചേർച്ച കുറവ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലഹങ്ങൾ ഉണ്ടാവുക, ആവശ്യമില്ലാതെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നമുക്ക് വരാനുള്ള കാര്യങ്ങളിൽ മുടക്കം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഇതിനെ ഇല്ലാണ്ടാക്കാൻ, നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ ചെയ്യേണ്ടുന്ന ഒരു പരിഹാരത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾ, കുങ്കുമം, 6 ഗ്രാമ്പു, 1 ലെമൺ, 2 കർപ്പൂരം. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് ചൊവ്വ, വെള്ളി, കർത്തവാവ്, പൂർണിമ ഈ ദിവസങ്ങളിലാണ്. ആദ്യം നമ്മൾ ഉമ്മറപ്പടിയിൽ മഞ്ഞളും കുങ്കുമവും വെച്ചിട്ട് പൂജിക്കണം. അതിനുശേഷം ലെമൺ കയ്യിലെടുത്ത് നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുള്ള നെഗറ്റിവിറ്റി, കണ്ണുദോഷം ഒക്കെ മാറിപ്പോവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലെമൺ 3 തവണ ക്ലോക്ക് വൈസും 3 തവണ ആന്റി ക്ലോക്ക് വൈസും വാതിലിന് മുകളിൽ നിന്ന് ഒഴിഞ്ഞ് താഴേക്ക് വിടുക. അതിനുശേഷം ലെമൺ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗത്ത് മഞ്ഞളും മറ്റേ ഭാഗത്ത് കുങ്കുമവും തേച്ച് വെക്കുക. ഇതിലേക്ക് 3 ഗ്രാമ്പു 2 ഭാഗങ്ങളിലുമായിട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് കർപ്പൂരം വെക്കുക. അതിനുശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് നിങ്ങൾ ഈ കർപ്പൂരം കത്തിക്കുക. ഇനി കുങ്കുമം തേച്ചിട്ടുള്ള ഭാഗം പടിയുടെ വലതുഭാഗത്തും മഞ്ഞൾ തേച്ചിട്ടുള്ള ലെമൺ പടിയുടെ ഇടതുഭാഗത്തുമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുക.